സൂക്ഷിച്ചു ഇറങ്ങി വരണം കേട്ടോ. ഇങ്ങോട്ട് ഇറങ്ങി. എന്തിനാ? ഇന്നത്തെ വീഡിയോ രാവിലെ തുടങ്ങും കേട്ടോ. രാവിലെ എന്ന് പറഞ്ഞാൽ 10 മണി കഴിഞ്ഞു. പിന്നെ മോനുകുട്ടൻ ട്യൂഷന് പോയി. ഞാൻ ഇന്ന് ജോലിക്ക് പോയില്ലേ പ്രിയങ്ങളെ. ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഇന്നലത്തെ ലോങ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു. നിങ്ങൾ അപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇന്ന് സുചേച്ചിയും ഷാജേണ്ണും മോളും കൂടെ വരുമെന്നുള്ളത്. അവർ ഓൺ ദ വേയിലാണ്. സുചേച്ചിയാണ് ഇപ്പോൾ വിളിച്ചത് കേട്ടോ. അപ്പം ഞാനതുകൊണ്ട് ഇന്ന് പോയില്ല. പിന്നെ മോനുകുട്ടനെ ട്യൂഷൻ അങ്ങോട്ട് വിട്ടു. ട്യൂഷന് പോകാനൊക്കെ മടിയായിരുന്നു. സുജാമ്മയൊക്കെ വരുന്നെന്ന് കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞു മോൻ പോയിട്ട് വരുമ്പോഴത്തേക്കേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങോട്ട് വിട്ടതാ. പിന്നെ ഞാൻ ജംഗ്ഷനിൽ വരെ പോവാണ്. നമ്മൾ മീനിനൊക്കെ ഇവിടെ ഭയങ്കര വിലയുമാണ്. മീനൊന്നും കിട്ടാനുമില്ല. അപ്പം ഇന്ന് രാവിലെ ഇതുവഴി വരുന്ന മീൻകാരനോട് അമ്മ എന്താണ്ടൊരു മീൻ വറക്കാനുള്ളത് മേടിച്ചിട്ടുണ്ട്. അപ്പം അമ്മ അത് മീൻ വറക്കുന്നുണ്ട്, ചക്ക വേവിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പോയി കുറച്ച് ചിക്കനും കഷ്ണം മീൻ വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കിയേച്ചും വരാം. അതിന് ജംഗ്ഷനിൽ വരെ പോവാണ് കേട്ടോ. പോയിട്ട് വരാം. അപ്പോഴത്തേക്ക് മോനുകുട്ടൻ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരും. നമുക്ക് ചിക്കൻ അങ്ങോട്ട് കറി വെക്കാം, ചക്ക കഴിക്കാൻ. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുള്ളത് മേടിച്ച് ചിക്കനും മേടിച്ച് വരാം. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങോട്ട് വന്നു, ചിക്കൻ മേടിച്ചു. മീനൊന്നും വേറെ കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞാൻ മാമന് അവർ ടൗണിൽ വരുമ്പോഴത്തേക്ക് വിളിക്കാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞ് അവിടെ എന്തെങ്കിലും മീനുണ്ടെങ്കിൽ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് തുണികൾ വാഷിംഗ് മെഷീനകത്തിട്ടേക്കുന്നത് അത് കഴുകി കഴിഞ്ഞു. അതെല്ലാം ഒന്നെടുത്ത് വിരിച്ചടിച്ച് നമുക്ക് ചിക്കൻ കറിയുടെ പാചകത്തിലേക്ക് കടക്കാം. പിന്നെ പാലും കുറച്ച് കാപ്പിപ്പൊടിയൊക്കെ മേടിക്കണമായിരുന്നു, പഞ്ചസാര വാങ്ങിക്കണമായിരുന്നു, ഗോതമ്പ് പൊടി മേടിക്കണമായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഇനിയിപ്പോൾ നമ്മുടെ ജോലിയിലേക്ക് കടക്കാം പെട്ടെന്ന്. അവർ ടൗണിൽ വന്നു. മാമൻ പോയി വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ ചായയുടെ കൂടെ. അതിന് പക്കാവിടെയും മിക്സറൊക്കെ വാങ്ങിച്ചു. പിന്നെ മുളക് പൊടി തീർന്നായിരുന്നു, അത് മേടിച്ചു. ബ്രൂ പാക്കറ്റ് വാങ്ങിച്ചു. ചിക്കൻ മസാല നിറവറയുടെ മേടിച്ചത്. പിന്നെ മുളക് പൊടി, പഞ്ചസാര, സവാള, കുഞ്ഞി സവാള ഇവിടെ കിടക്കുന്ന അത് മെനക്കേടാകുകൊണ്ട് വലിയ സവാള മേടിച്ചു. ഇത് തന്നെ അത് നമ്മൾ പഴുത്തൊക്കെ കൊടുത്തു വിട്ട പാത്രം. ആ വീട്ടിൽ നിന്ന് അമ്മമ്മ തന്നു വിട്ടതല്ലേ കണ്ടപ്പോൾ. അപ്പം ഞാൻ എളുപ്പം ചിക്കൻ അങ്ങോട്ട് വെക്കട്ടെ പ്രിയങ്ങളെ. ഒരു വിഷമായിരിക്കുമല്ലോ വീട്ടിൽ. അവരെ കഴിച്ചിട്ടൊക്കെ ഇറങ്ങിയത്, എന്നാലും വിശപ്പ് വേണം, യാത്രയിൽ വരും. അടുപ്പ് കത്തിച്ച് ചോറ് വെക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വിറകില്ല കേട്ടോ. വീട്ടിൽ വിറകുണ്ട്, അതിങ്ങനെ കൊത്തി കീറാനുള്ള വിറകായിരിക്കണം. അത് കീറി ഉണക്കിയൊക്കെ എടുത്ത് വെക്കണം. പാലുകാച്ചിൻ്റെ അന്ന് നമ്മൾ അടുപ്പ് കത്തിച്ചു. പിന്നെ ഒരു ദിവസം അമ്മ ചോറും അടുപ്പ് കത്തിച്ച് വെച്ചു. പിന്നെ വെച്ചിട്ടില്ല.
ആ ആ പിന്നെ വൈകിട്ട് വെയിൽ താണിട്ട് കേട്ടോ. ആ ചിക്കനൊക്കെ ഞാൻ അടുപ്പയിലോട്ട് ആക്കി ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് വേവിച്ചങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ ഞാൻ മസാലയൊക്കെ ആകുമ്പോഴത്തേക്ക് താമസിക്കത്തില്ലേ. അപ്പോൾ അതെല്ലാം അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് വരെ പോയേ. മോനും കൂടെ ട്യൂഷൻ കഴിഞ്ഞ് അവിടെ സൈക്കിൾ ഔട്ടും കൊണ്ട് നിൽപ്പുണ്ട്. ആശുവും ക്രീസും എല്ലാവരും ഉണ്ട്. കുറച്ചേരം സൈക്കിൾ ചവിട്ടിയിട്ട് വരാന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുന്നു. ഞാനപ്പം അമ്മ ചക്കയൊക്കെ വേവിച്ചു. ഒരു മീന് ഈ കറുത്ത ഒരു ഏതാണ്ട് അതിൻ്റെ പേര് എനിക്കറിയത്തില്ല, നമ്മുടെ കരിമീൻ പോലെ പിരിക്കുന്നതാണ്. കരിമീനല്ല, വേറെ ഏതാണ്ട് ഒരു മീന് ഇന്ന് അതുവഴി കൊണ്ടുവന്നായിരുന്നു. അത് വറക്കാം എന്ന് വിചാരിച്ച് ഞാൻ അമ്മയെ കൊണ്ട് മേടിപ്പിച്ച്. അമ്മ അത് വറുത്തു. ചക്കയൊക്കെ വേവിച്ചെല്ലാം റെഡി ആക്കിയാണ്. അപ്പം ഞാൻ പോയത് എടുത്തോണ്ട് വരാം. ഇനിയിപ്പോൾ ചിക്കൻ അങ്ങോട്ട് റെഡിയാക്കണം. ചോറൊക്കെ വാർത്തിട്ടു. ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് പ്രിയങ്ങളെ. ശ്രീരാമ വരുമ്പോഴത്തേക്ക് ഇത് അടുപ്പയിലാക്കാൻ പറ്റും നോക്കാം. ഇവിടെ ഇന്നലെ മുതൽ നടുവിന് വേദന, പുറം വേദന, ആകെപ്പാടെ വേദനകളാണ്. പിന്നെ രാത്രി എഴുന്നേറ്റ് ചൂടൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുമായിരുന്നു. അത്ര വേദനയായിരുന്നു. വന്നോ അമ്മമ്മയുടെ എടുക്കലാണ്. എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ഞാനിത് അല്ലാതെ നമ്മൾ എവിടെ പോയി എടുക്കാനാ ഞാൻ. മാമി അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ. അതൊക്കെ ഞാൻ നോക്കും. കുഞ്ഞില്ല ഇവിടെ ഫാനില്ലേ? ഫാനില്ല. ഫാനിങ്ങ തിരിച്ചു കൊടുക്കാം. ഫാനുണ്ട്. ഫാനിടാ.
ചോറ്, ചിക്കൻ കറി, മോര്, പിന്നെ അമ്മയുടെ സ്പെഷ്യൽ ഇത് കേട്ടോ, മീൻ വറുത്തത്. ഇതാ വെട്ടി പാടുപെട്ടോടെ നിൽക്കുന്നത്, ചക്ക വേവിച്ചത്. ഞങ്ങളുടെ കാരണവരാദ്യം കഴിച്ചുവാണ്. ഇല്ലേ കാരണവരെ? കാരണവർക്ക് മീശ. ചോറ് തരാം, കഴിച്ചാട്ട്. വാ ഷാജേണ്ണോ, വാ വാ, എല്ലാരും വാ, TV ഓഫ് ആക്കിട്ടെ. ഓ ചോറുണ്ടോ? ഏറ്റവും ഇഷ്ടമുള്ള അങ്ങനെ നമ്മുടെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞു. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എല്ലാവരും ചോദിച്ചു കുഞ്ഞോ സംസാരിക്കാൻ തുടങ്ങിയോ എന്ന്. കുഞ്ഞോ ഭയങ്കര വർത്തമാനമാണ്, എന്തൊക്കെയാണെന്ന് തിരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമുണ്ടെന്നേ ഉള്ളൂ. ഞങ്ങൾ കഴിച്ചൊക്കെ കഴിയാറായപ്പോഴത്തേക്കാണ് അമ്മ ഇങ്ങോട്ട് വന്നത്. പിന്നെ അമ്മയും കഴിച്ചു. പിന്നെ ഞങ്ങളവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കുറേ കാര്യവും കഥയൊക്കെ പറഞ്ഞു. കഴിഞ്ഞ തവണ സുചേച്ചിയും ഷാജണ്ണും വന്നപ്പോൾ നമ്മുടെ അവസ്ഥ ഇതായിരുന്നില്ല. അവരൊട്ടും പ്രതീക്ഷിക്കാതെ വന്ന് കണ്ട കാഴ്ച അവർക്കൊരിക്കലും സന്തോഷത്തിൻ്റേതായിരുന്നില്ല. ഒരുപാട് സങ്കടപ്പെട്ടിട്ടാണ് സുചേച്ചിയും ഷാജണ്ണും ഇവിടുന്ന് പോയത്. അപ്പോൾ ഇനിയൊരു വരവ് ഇത്രയേറെ സന്തോഷത്തിലേക്കായിരിക്കും എന്നൊന്നും നമ്മൾ വിചാരിച്ചിരുന്നതല്ല. ദൈവം നമുക്കായിട്ട് ഓരോന്ന് കരുതിയിട്ടുണ്ട്. സങ്കടമായാലും സന്തോഷമായാലും രോഗമാണെങ്കിലും ദുരിതങ്ങളാണെങ്കിലും എന്തു തന്നെ ആയാലും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മൾ എഴുതുന്ന കഥ പോലെ ഒരിക്കലും ജീവിതം മുന്നോട്ട് പോകത്തില്ല. വിധികർത്താവ് നമുക്കായിട്ട് എഴുതിയ ഒരു കഥയുണ്ട്, അതിലൂടെ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പ്രിയങ്ങളെ, തലേ രാത്രിയിൽ ഉറക്കം ഒട്ടും ശരിയായില്ല, നടുവിന് വേദനയൊക്കെ ആയിരുന്നു, ചൂടൊക്കെ പിടിച്ച് കിടക്കുമായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും മുന്നേ കുറച്ച് നേരം പോയി കിടന്നു. നല്ല തലവേദന, മെഡിസിനൊക്കെ കഴിച്ചു. എന്താ പൊന്നു മോനെ, അവിടെ പോകണം. മഴയത്ത് എന്തിനാ പൊന്നോ വെള്ളം ഒഴിക്കുന്നു? ഇങ്ങ് വാ കുഞ്ഞോ, ഇങ്ങോട്ട് വാ കുഞ്ഞോ, ഇങ്ങ് കയറുമ്പോ കയറിപ്പോരെ ബാ. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ കിടപ്പും ഇരിപ്പും ഒക്കെ ആയിരുന്നു. പ്രിയങ്ങളെ ചോറുണ്ടിട്ടെ. പിന്നെ ഇപ്പം എല്ലാവരും എഴുന്നേറ്റ് ഞാൻ ചായ ഇടാമെന്ന് വിചാരിച്ചു. വേണ്ട, മനുഷ്യനൊക്കെ പറ്റി ഇതല്ല വേണ്ടത്, ഇതല്ല ജ്യൂസ് വേണം. റൈറ്റ് കൊടുത്തായിരുന്നോ? ഒഴിച്ചു അതെടുത്ത്. പിന്നെ അതങ്ങോട്ട് എടുക്കാൻ പറയവല്ല. കൊച്ചുമോളോടെ പറയത്തുള്ളൂ, ഇടിച്ചിട്ട് കൊച്ചുമോളോടെ പറയത്തുള്ളൂ. ഇപ്പൊ അവളവിടെ ഇരുന്നോണ്ട് ഓർക്കുന്നു. കുശുമ്പിന് മാസ്റ്റർ ഡിഗ്രി കുശുമ്പുണ്ട്, എനിക്ക് കുശുമ്പുണ്ട്. മാസ്റ്റർ ഡിഗ്രി എടുത്ത ഞങ്ങളുടെ കുശുമ്പ് അതും എല്ലാം എനിക്കുണ്ട്.
അത് പറയുന്നതിന് എനിക്കൊരു മടിയും വയറ് നിറച്ച് കുഷു. കൊച്ചുമോട് ഇത് കാണുമ്പോ ഓർമ്മ എന്തുവാ അവള് വിചാരിക്കും അതിന്റെ ഇടയ്ക്ക് എന്റെ പേര്. അല്ല ഇവിടെ ഇല്ലെങ്കിലും ഓർക്കണമല്ലോ. താഴെ വെള്ളം വീഴുന്നില്ല. അല്ലെ അവിടെ അങ്ങ് നനഞ്ഞു കിടക്കുമായിരുന്നു. ഞാൻ വിചാരിക്കും ഇത് എങ്ങനെ വെള്ളം, അത് ഒട്ടിച്ചു കഴിഞ്ഞപ്പോ അതില്ല. ഇപ്പോഴാണ് മനസ്സിലായത്. അവിടെ കിട്ടി നീ വലിക്കായിരുന്നോ? നീ എണ്ണ ഇങ്ങോട്ടൊക്കെ വരും. കുഞ്ഞാങ്ങളെ വലിയാങ്ങള. മുത്തിന് പനിയാണോ? ഇവിടുത്തെ വലിയ ഞാൻ അറിഞ്ഞു അറിയാതെ വല്ല പറഞ്ഞു. ഇല്ല മാമി വരുവോ? മാമി ശരിയാക്കി രാത്രിയിലത്തേക്ക് നമുക്ക് കുറച്ച് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കാം. അമ്മയും കുക്കും കുഞ്ഞോനും കൂടെ അങ്ങോട്ട് പോയതാണ്. അമ്മയ്ക്ക് പോണം എന്ന് പറഞ്ഞുകൊണ്ട് സന്ധ്യ ആയപ്പോൾ ഒരു 4 മണിയായപ്പോൾ തുടങ്ങി ഇങ്ങനെ പോണം എന്ന് പറഞ്ഞു വിളിക്കും. ഞങ്ങൾ പിടിച്ചിരുത്തി കാപ്പി കുടിച്ചിട്ട് പോകാനൊക്കെ പറഞ്ഞു. പിന്നെ അവസാനം ഞങ്ങൾ പറഞ്ഞ് പോയി കുളിച്ച് മരുന്നൊക്കെ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയിട്ടുണ്ട്. കുക്കും കുഞ്ഞോനും കൂടെ പോയി കുളിച്ച് ജാനിക്കുട്ടിക്കുള്ള ഡ്രസ്സും ഒക്കെ എടുത്തോണ്ട് വരും. ഇന്നെല്ലാവരും ഇവിടാണ് കിടക്കുന്നത്. മാമനും വരും. അവർ കിടക്കത്തില്ല, അവരങ്ങ് തിരിച്ചു പോകും കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ഇവിടെ അങ്ങ് കൂടും. അപ്പോൾ ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കാം. ചിക്കൻ കറി ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ അത് കഴിക്കാം എന്ന് വിചാരിച്ചു. സുജാമ്മ ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. ഈ വീഡിയോ ഒക്കെ വരുന്നതിന് മുമ്പ് പല വീഡിയോയും നിങ്ങൾ കാണും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോയപ്പോൾ സങ്കടത്തോടാ പോയത്. ഈ പ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര സന്തോഷം. വലിയ സുരേഷ് സന്തോഷത്തോ ഈ എത്ര നാളുകൊണ്ട ഉറങ്ങുന്നു. പൊടി ഇച്ചിരി പൊടി ഞാൻ എന്ത് ചെയ്യുന്ന അത് 2 മാമനെടുത്ത കഴിപ്പിച്ചാണല്ല ഈ കളർ എനിക്കില്ല. നടുവശം നടുക്കുവശം രാത്രി കുടിക്കരുത്. അമ്മമാരുള്ളവര് രാത്രി കുടിക്കരുത്. 2 പേര് ഇരുട്ടത്ത് പോയി തേങ്ങ പൊതിക്കാൻ വിട്ടത്. അതുകൊണ്ട് കഥയും പറഞ്ഞ് നിൽക്കുക. ഇവിടെ അപ്പത്തിന് അരി അരയ്ക്കാൻ ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അതുകൊണ്ട് നെയ്തേങ്ങയ്ക്ക് കൊള്ളാം ഇല്ലയോ? നെയ്തേങ്ങയ്ക്ക് കൊള്ളാം ഇല്ലയോ? ചെന്ന് ഇഷ്ടംപോലെ പണിയില്ലേ ആമി? ഇത് പുതിയ നൈറ്റിയാണ്. ചോദിക്കാൻ വേണ്ടിയല്ലേ ഇട്ടും നടക്കുന്നത്.
പിന്നെ അമ്മ ഇത്തിരി തുണി താഴേന്ന് വെട്ടി ഇങ്ങനെ കൈക്ക് കൊണ്ടുപോയി എന്റെ ആയിരുന്നു, അമ്മയ്ക്ക് വേണോന്ന് പറഞ്ഞു. എല്ലാം വന്ന് നോട്ടം ഇട്ട് വെച്ചിട്ട് പോയേക്കുവാ. മാമി ഇവിടെ പാത്രവും സാധനങ്ങളും എല്ലാം ഉണ്ട്, ഇതൊന്നും അടുക്കണ്ട, അങ്ങ് മൂലയിലോട്ട് കേറി അങ്ങ് തുണി എടുക്ക. എല്ലാവർക്കും ഹായ് കൊടുത്തേ, ഹായ് കൊടുക്ക്. ഇരുപത് വേണ്ട, 15 മതി. പിന്നെ ശബ്ദം കേൾക്കുന്നേ ഇതിന്റെ എന്തോ ഒരു അത്താഴം കഴിക്കാൻ പോവാണ് പ്രിയങ്ങളെ. എന്തോ ചോറ് തരാമല്ലോ. എൻ്റെ ജാനിക്കുട്ടിയാണ് എല്ലാം സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്, ചോറുണ്ട്, ചക്കയുണ്ട്, ചിക്കനുണ്ട്, മോരുണ്ട്, എല്ലാം. വാ അമ്മ കഴിക്കാം. വാ കട്ടായോ? വരുവാ ഇന്നത്തെ കേട്ടോ. ഇന്ന് നമ്മളെല്ലാവരും കൂടെ അത്താഴം കഴിക്കാനിരിക്കുന്നത്. അവർ ഷാജനും മാമനും ഇവിടെ വെയിറ്റിങ്ങിലാണ്, അവർ പിന്നെ കഴിക്കുന്നുള്ളത്. അപ്പം ഇന്ന് എല്ലാവരും കൂടെ ഗുഡ് നൈറ്റ് പറയണേ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറ. ആദ്യം കുഞ്ഞോനും അമ്മമ്മയൊക്കെ ചോറുണ്ട് കഴിഞ്ഞു. പിന്നെ ഞങ്ങളെല്ലാവരും കഴിച്ച് കഴിഞ്ഞ് മാമനും ഷാജേട്ടനൂടെ വന്ന് കഴിച്ചു. പിന്നെ ഞങ്ങൾ പാത്രമെല്ലാം കഴുകി അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തു. പിന്നെ എന്തേ നമുക്കിഷ്ടമുള്ളൊരു പാട്ടൊക്കെ ഇട്ട് തുള്ളാൻ പോവാണ് ഞങ്ങൾ, തുള്ളാൻ.
കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.